നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, ആശയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കി. അപ്പൊ പണ്ടൊക്കെ പരിശുദ്ധാത്മാവാ വിലക്കുന്നത്. ഇപ്പൊ സെക്രട്ടറി, ട്രഷറർ, കാശുള്ള ചായൻ, കൗൺസില്, പ്രസിഡന്റ്, ജനറല്, വൈസ്, ജോയിന്റ്, എല്ലാം ജോയിന്റ്. ഇതിൽ മിക്കതും അഭിഷേകം പോലും പ്രാപിച്ചതല്ല. എങ്ങനെയോ ഇതിനകത്ത്. പിന്നെ പണ്ട് രാജാവിന്റെ മോളെ കല്യാണം കഴിക്കാൻ പോവാ. അപ്പോൾ പരസ്യ പ്രസ്താവന നടത്തി, പെണ്ണിനെ കെട്ടും. പെണ്ണിനെ കെട്ടുന്നവന് രാജ്യം കൊടുക്കും, അതിന് സമ്പത്ത് കൊടുക്കും, വേണ്ടതെല്ലാം കൊടുക്കും. അപ്പോൾ കുമാരിയെ കെട്ടിയാൽ രാജ്യം കിട്ടും, സമ്പത്തും എല്ലാം കിട്ടും. ആളതടിച്ചു കൂടി അവനക്കാരല്ലയോ നല്ല ബിംബിരിവോളെ അമ്പിള്ളരിഞ്ഞു വന്നു അവളെ കെട്ടാനാ, അടിച്ചെടുക്കാൻ. അപ്പോൾ രാജാവ് ഒരു കണ്ടീഷൻ വെച്ചു, മോളെ കെട്ടിച്ചതൊരു ഒറ്റ വ്യവസ്ഥയുള്ളൂ. വലിയ മുതലക്കുളം, മുഴുവൻ മുതൽ, നമ്മൾ കേട്ട കഥയാ, മുഴുവൻ മുതലയാ, നല്ല ഈങ്കണ്ണി കിടക്കുക. അപ്പോൾ ഈ മുതലക്കുളത്തിൽ ചാടി മുതല പിടിക്കാതെ അക്കരെ കയറുന്നവന് പെണ്ണിനെയും കൊടുക്കും, രാജ്യവും കൊടുക്കും, കൊട്ടാരം എല്ലാം കൊടുക്കുക. അത് പറഞ്ഞപ്പം മിടുക്കന്മാരെല്ലാം പയ്യെ വലിഞ്ഞു. കാരണം മുതല ഇങ്ങനെ ഈങ്കണ്ണി നിൽക്കുക, വായും വിളിച്ച് ചാടിയെ കയറി പിടിക്കും. അങ്ങനെ നിന്നപ്പോൾ ഒരുത്തൻ ചാടി ചൊടീന്ന് ചക്കര കയറി. മിടുമിടുക്കനവൻ പതച്ചു. നിമിഷ നേരം കൊണ്ട് മുതലയുടെ വായിപ്പെടാതെ അവൻ അക്കരെ കയറിയപ്പോൾ രാജാവോട് ചെന്ന് കൈ കൊടുത്ത് വെച്ച് പറഞ്ഞു, അഭിനന്ദിക്കുന്നു നിന്നെ, നീ മിടുക്കനാന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, എനിക്കതൊന്നും വല്ല വിഷയം, എന്നെ തള്ളിയിട്ടത് ആരാന്ന് എനിക്കറിയാം. അവനിത് കാണാൻ വന്നപ്പോൾ ആരാണ്ട് തള്ളിയിട്ട, അവൻ ജീവപ്രാണം പോകണ്ടല്ലോ എന്നോർത്ത് അത് ചക്കര കയറിപ്പോരാ, തള്ളിയിട്ടതാര എന്ന് പറഞ്ഞ പോലെ എങ്ങനെയോ ഇതിനകത്ത് ആരാണ്ട് തള്ളിയിട്ടതാ. ഇപ്പൊ പുള്ളി നേതൃത്വത്തിൽ വന്നെങ്കിൽ ഇതെങ്ങനെ വന്നെന്ന് പുള്ളിക്ക് ഇപ്പം ആരാണ്ട് പിടിച്ച് തള്ളിയതാ. ഒരു തള്ളി പിന്നെ വീണ് കഴിഞ്ഞപ്പം മുതലയുടെ വായി പെടാതിരിക്കാൻ മനസ്സിലാകുന്നുണ്ട്. പിന്നെ മനസ്സിലാകുന്നവർക്ക് മനസ്സിലാകും.